നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും ജാനുവരി ഒരു ഓർമ്മ. ക്രിസ്മസ് വിരുന്നൊരുക്കി കാത്തിരുന്ന് ഗവർണർ. ഇത്തവണയും ഗവർണറുടെ ക്രിസ്മസ് വിരുന്നിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമില്ല. പകൽ SFIക്കാരുടെ പ്രതിഷേധം അറിയിച്ചാണ് ഗവർണർ കേരള സർവകലാശാല വിട്ടത്. പഴയതുപോലെ SFIക്കാർക്ക് 2 ഡയലോഗ് നൽകിയാണ് ഗവർണർ മടങ്ങിയത്. വൈകിട്ടത്തെ ഗവർണറുടെ ക്രിസ്മസ് വിരുന്നിൽ നിന്ന് ഇത്തവണയും വിട്ടുനിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. ചൊവ്വാഴ്ച വൈകിട്ട് രാജ്ഭവനിൽ സംഘടിപ്പിച്ച വിരുന്നിൽ നിന്നാണ് മന്ത്രിസഭയാകെ വിട്ടുനിന്നത്. സർക്കാരിനെ പ്രതിനിധീകരിച്ച് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മാത്രം ചടങ്ങിൽ പങ്കെടുത്തു. സർവകലാശാലകളിലെ ഗവർണറുടെ ഇടപെടലിൽ രാജ്ഭവൻ സർക്കാർ പോരി തുടരുന്നതിനിടെയാണ് വിട്ടുനിൽക്കൽ. മുഖ്യമന്ത്രി, സ്പീക്കർ, മന്ത്രിമാർ, MLAമാർ, MP മാർ, മതമേലധ്യക്ഷന്മാർ അടക്കം 400 പേർക്കായിരുന്നു ക്ഷണം. വിരുന്നിനായി 5 ലക്ഷം രൂപ സർക്കാർ നേരത്തെ അനുവദിച്ചിരുന്നു. നവംബർ 27-ന് പണം ആവശ്യപ്പെട്ട് രാജ്ഭവനിൽ നിന്ന് സർക്കാരിന് കത്ത് നൽകിയതിന് പിന്നാലെ ഡിസംബർ 13-നാണ് തുക അനുവദിച്ചത്. കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധിയായ KV തോമസ്, വിവിധ മതമേലധ്യക്ഷന്മാർ, സാമുദായിക നേതാക്കൾ എന്നിവർ വിരുന്നിൽ പങ്കെടുത്തു. ഗവർണറും സർക്കാരുമായുള്ള ഭിന്നത മൂലം കഴിഞ്ഞ വർഷവും മുഖ്യമന്ത്രി ഗവർണറുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്തിരുന്നില്ല. ഇന്നലെ രാവിലെയാണ് SFIക്കാർ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ചത്. സംസ്കൃത വിഭാഗത്തിന്റെ അന്താരാഷ്ട്ര സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോഴായിരുന്നു സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI തള്ളിക്കയറിയത്. 2.5 വർഷത്തിന് ശേഷമാണ് സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള സർവകലാശാല ആസ്ഥാനത്തെത്തിയത്. ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടാകുമെന്ന് SFI നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. രാവിലെ മുതൽ സർവകലാശാല ആസ്ഥാനത്ത് കനത്ത പോലീസ് കാവൽ ഉണ്ടായിരുന്നു. 11:30ഓടെ ഗവർണർ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തെത്തി. ഹാളിനുള്ളിൽ SFIക്കാർ ഉണ്ടെന്ന നിഗമനത്തിൽ ഹാളിന്റെ വാതിലുകളും ജനലുകളും പോലീസ് അടച്ചുപൂട്ടി. പോലീസ് ജാഗ്രത തുടരുന്നതിനിടെ പ്രധാന ഗേറ്റ് തള്ളി തുറന്ന് 100ഓളം SFI പ്രവർത്തകർ സർവകലാശാല ക്യാമ്പസിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. പിന്നീട് പ്രതിഷേധം അവസാനിപ്പിച്ച് SFI മടങ്ങി. പിന്നാലെ പുറത്തിറങ്ങിയ ഗവർണർ സുരക്ഷാ വീഴ്ചയിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിക്കുകയായിരുന്നു. കേരള സർവകലാശാല ആസ്ഥാനത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലുകുത്തുന്നത് തടയുമെന്ന SFI മോഹം പൊലിഞ്ഞു. സെനറ്റ് ഹാളിലെ തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷി നിർത്തി ഗവർണർ അന്താരാഷ്ട്ര സംസ്കൃത സെമിനാർ ഉദ്ഘാടനം ചെയ്ത് മടങ്ങി. സംസ്കൃത വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ ചാൻസലർ കൂടിയായ ഗവർണർ വരുന്നതിന് തുടക്കം മുതൽ ഇടതുകക്ഷികൾ എതിരായിരുന്നു. ചെറിയ പരിപാടിയാണ്, ഗവർണർ വരേണ്ടതില്ല, 50-ൽ താഴെ പേരെ മാത്രമേ പങ്കെടുപ്പിക്കാനാകൂ എന്നൊക്കെ പറഞ്ഞ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇടങ്കോലിട്ടു. ഗവർണറുടെ പ്രതിനിധികളായി സെനറ്റിലെത്തി സിൻഡിക്കേറ്റ് അംഗങ്ങളായ 2 പേർ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി നടത്തണമെന്നും ആളുകളെ എത്തിക്കുന്ന ചുമതല ഏറ്റെടുക്കാമെന്നും അറിയിച്ചു. തുടർന്ന് വൈസ് ചാൻസലർ പരിപാടി നടത്താൻ പച്ചക്കൊടി നൽകി. ഇതിനായി പ്രത്യേക യോഗം വിളിച്ചപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒറ്റക്കെട്ടായി ബഹിഷ്കരിച്ചു. കോൺഗ്രസിന്റെ ഏക അംഗം യോഗത്തിൽ പങ്കെടുത്തെങ്കിലും നിലപാടൊന്നും പറഞ്ഞില്ല. ഗവർണർ എത്തുമ്പോൾ തടയുമെന്ന തരത്തിൽ പ്രചാരണമുണ്ടായിരുന്നു. വലിയ പോലീസ് സന്നാഹവും തയ്യാറായിരുന്നു. എന്നാൽ ഗവർണർ എത്തി സെനറ്റ് ഹാളിൽ കയറി പരിപാടി തുടങ്ങിയിട്ടും ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടായില്ല. അതേസമയം സെനറ്റ് ഹാളിൽ തിങ്ങി നിറഞ്ഞ ആളുകളും എത്തി. പരിപാടി ആരംഭിച്ച് കുറച്ചു സമയത്തിന് ശേഷം സർവകലാശാലയിലേക്ക് അതിക്രമിച്ചു കടന്ന പ്രതിഷേധക്കാർ സെമിനാർ നടക്കുന്ന ഹാളിന് പുറത്ത് പ്രതിഷേധിച്ചു. SFIക്കാർ സർവകലാശാല ആസ്ഥാനത്തെ ഗേറ്റ് ചാടിക്കടന്ന് പരിപാടി നടക്കുന്ന ഹാളിന് സമീപത്തേക്ക് എത്തിയത്. ഈ സമയം സെനറ്റ് ഹാളിന്റെ വാതിലുകളും ജനലുകളും പോലീസ് അടച്ചു. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പ്രകടനമായാണ് SFI പ്രവർത്തകരെത്തിയത്. ഗവർണർ അധികാര ദുർവിനിയോഗം നടത്തുന്നു, മതിയായ യോഗ്യതയില്ലാത്തയാളെ സ്വന്തം നിലയിൽ VC ആയി നിയമിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് ഗവർണർക്കെതിരെ SFI ഉയർത്തുന്നത്. അകത്തും പുറത്തും പ്രതിഷേധമുണ്ടാകുമെന്ന് പറയുന്നുണ്ടായിരുന്നെങ്കിലും പുറത്ത് നടക്കുന്ന ബഹളം അകത്ത് അറിഞ്ഞതുമില്ല. അകത്ത് ചെറു പ്രതിഷേധ സ്വരം പോലും ഉയർന്നതുമില്ല.